റഷ്യയും ചൈനയും ഇറാനെ ഗംഭീരമായി സഹായിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ ഞെട്ടിയിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും. എന്തുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാൻ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ തകർക്കുന്ന വിധത്തിലേക്ക് കൃത്യതയോടുകൂടി മിസൈൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം തന്നെയായിരുന്നു. കാരണം പണ്ടെങ്ങുമില്ലാത്ത വിധത്തിലുള്ള കൃത്യതയാണ് ഇറാന്റെ മിസൈൽ വർഷങ്ങൾക്കെല്ലാം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ അതീവ രഹസ്യ കേന്ദ്രങ്ങളായിട്ടുള്ള ആയുധപ്പുരകൾ തകർന്നു എന്നുള്ള വാർത്ത പുറത്തു വരികയും ചെയ്തിരുന്നു. അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കൻ കപ്പലിന് നേരെയും ജെറാൾഡ് ഫോർഡ് കപ്പലിന് നേരെയും ഒക്കെ തന്നെ മിസൈൽ ആക്രമണങ്ങൾ നടത്താൻ ഇറാൻ തുനിയുകയും അത് ഏറെക്കുറെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളും അങ്ങനെ വരുമ്പോൾ അമേരിക്കയും ഇസ്രായേലും ഭയന്നത് എങ്ങനെയാണ് ഇറാൻ ഇത്രയും കൃത്യതയോടുകൂടി മിസൈലുകൾ വർഷിക്കുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ചൈനയുടെ നാവിഗേഷൻ സിസ്റ്റം അത് ഇറാൻ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അതുപോലെ തന്നെ റഷ്യയുടെ സാറ്റലൈറ്റ് ഇമേജുകളുടെ സഹായവും അതുപോലെ തന്നെ റഷ്യയുടെയും ചൈനയുടെയും മറ്റ് ഇന്റലിജൻസ് സംവിധാനങ്ങളും തുടങ്ങിയവയൊക്കെ ഇറാൻ കൃത്യമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലേക്ക് അർത്ഥം ഇസ്രായേലും അമേരിക്കയും എത്രയൊക്കെ ഇറാന്റെ മിസൈലുകളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചാലും ഇറാനെ കബളിപ്പിക്കാനുള്ള എന്തൊക്കെ തരം പ്രതിരോധങ്ങൾ മാർഗങ്ങൾ ഉപയോഗിച്ചാലും അതിനെയൊക്കെ അതിജീവിച്ച് കൃത്യമായ ആക്രമണങ്ങൾ നടത്തി ലക്ഷ്യങ്ങൾ തകർക്കാൻ ഇറാൻ ഇപ്പോൾ ശേഷിയുണ്ടെന്ന് തന്നെയാണ് പൊതുവെയുള്ള സംസാരങ്ങൾ ഉണ്ടാകുന്നത്. അതായത് അമേരിക്കയും ഇസ്രായേലും കരുതിയതുപോലെ ഇറാനെ പരിപൂർണമായി തകർത്ത് കളയുക, ഏകപക്ഷീയമായ ആക്രമണങ്ങൾ ഗസയിലെ പാവങ്ങൾക്ക് നേരെ നടത്തിയതുപോലെ ഇറാന് നേരെ നടത്തുക, അതിനുശേഷം ഞങ്ങൾ യുദ്ധം ജയിച്ചെന്ന് പ്രഖ്യാപിക്കുക തുടങ്ങിയവയൊക്കെ വെറും സ്വപ്നങ്ങൾ പോലും ആകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇനി മനസ്സിലാക്കേണ്ടത്. കാരണം റഷ്യയും ചൈനയും കൃത്യമായി ഇറാനെ സഹായിക്കുന്നതിൽ നിന്നും കേവലം ഒരു യുദ്ധമേഖലയിൽ സാറ്റലൈറ്റ് സഹായവും ഇന്റലിജൻസ് സഹായവും നാവിഗേഷൻ സഹായം നൽകുന്നതെന്ന് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറിച്ച് ആയുധങ്ങൾ കൂടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ പക്കൽ ആയുധങ്ങൾ തീർന്നു, 90% ഇറാന്റെ മിസൈൽ പ്രകടനശേഷി കഴിഞ്ഞു, ഇറാന്റെ ആയുധങ്ങളെല്ലാം ഞങ്ങൾ തകർത്തു എന്നൊക്കെ അമേരിക്ക ഒരു വശത്ത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ശക്തമായ ആക്രമണങ്ങൾ നടത്തി ഞങ്ങൾ ഇപ്പോഴും ലൈവാണെന്ന് ഇറാൻ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 മാസത്തെ കാലത്തോളം തുടർച്ചയായി യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് ഇറാൻ പറയുന്നത് റഷ്യയുടെയും ചൈനയുടെയും ആയുധ സഹായം കൂടി കണക്കിലെടുത്തുകൊണ്ടാണോ എന്നുള്ള ചോദ്യം ഇപ്പോൾ വളരെ പ്രസക്തമായി ഉയർന്നു വരികയാണ്. അങ്ങനെയാണെങ്കിൽ അതിമാരകമായ പ്രഹരങ്ങൾ ഇനിയും ഇസ്രായേലിനും അമേരിക്കയ്ക്കും നേരെ ഉണ്ടാകുമെന്ന് തന്നെ കരുതേണ്ടി വരും. കാരണം റഷ്യയെ സംബന്ധിച്ച് യുക്രൈനുമായി യുദ്ധം മൂർച്ഛിച്ചു നിൽക്കുന്ന സമയത്ത് ഇറാൻ ഒരുപാട് ആയുധങ്ങൾ നൽകി സഹായിച്ചിട്ടുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇറാന്റെ സവിശേഷമായ നിരവധി ഡ്രോണുകൾ ആ സമയത്ത് റഷ്യയ്ക്ക് സഹായമായി നൽകുകയും ചെയ്തിരുന്നു. അതിൻ്റെ പ്രത്യുപകാരം എന്ന നിലയിൽ ഈ യുദ്ധഘട്ടത്തിൽ ഇറാന് സവിശേഷമായ പല ആയുധങ്ങളും അതുപോലെ തന്നെ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയും ഉൾപ്പെടെ റഷ്യ തിരിച്ചു നൽകുമെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം അത് നൽകി കഴിയുകയും ചെയ്തിട്ടുണ്ട്. അത് ഇറാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് തന്നെ കരുതേണ്ടി വരും. കാരണം അത്തരത്തിലുള്ള ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിന് നേരെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ചൈനയാണെങ്കിലും ചൈനയെ സംബന്ധിച്ച് ഇറാനിലെ എണ്ണ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വെനസ്വേല ഇപ്പോൾ അമേരിക്കയുടെ കസ്റ്റഡിയിലുമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ എണ്ണ മേഖലകൾ അമേരിക്ക പിടിച്ചെടുത്താൽ ചൈന പരിപൂർണമായി അമേരിക്കയ്ക്ക് അടിയറവ് പറയേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനിലെ എണ്ണപ്പാടുകൾ ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തുന്ന ഈ നീക്കത്തെ ശക്തമായി പ്രതിരോധിക്കേണ്ടത് ചൈനയുടെ കൂടി ആവശ്യമാണ്. ഇതിനോടൊപ്പം പാശ്ചാത്യ ശക്തികൾക്കെതിരെ അതിശക്തമായൊരു പശ്ചിമേഷ്യൻ ചേരി ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ആ ലക്ഷ്യം ചൈനയ്ക്ക് നേരത്തെ മുതൽ ഉണ്ടാകുന്നുമുണ്ട്. എണ്ണ വിനിമയമൊക്കെ ചൈനീസ് കറൻസിയായ യുവാനിൽ നടത്തണമെന്ന് ഇറാൻ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ചൈനയും ഇറാനും റഷ്യയും ഒക്കെ ചേർന്ന ഒരു വലിയ ശാക്തിക ചേരിയുടെ ഉദയകാര്യങ്ങൾ അല്ലെങ്കിൽ ഉദയം കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നത് എപ്പോഴും ചൈനയ്ക്ക് ഗുണകരം കൂടിയാണ്. ഒപ്പം ഉത്തര കൊറിയയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുന്ന അറിയിപ്പും നേരത്തെ തന്നെ വന്നിട്ടുമുണ്ട്. ഉത്തര കൊറിയയിൽ നിന്നും ആണവായുധങ്ങൾ അടക്കമുള്ളവ ഇറാനിലേക്ക് കൊണ്ടുപോകാമെന്ന് അല്ലെങ്കിൽ കൊണ്ടുപോയിട്ടുണ്ടാകാമെന്ന് ട്രംപിൻ്റെ ഒരു മുൻ ഉപദേഷ്ടാവ് അടുത്തിടെ പറഞ്ഞത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം കൂടി വായിക്കുമ്പോൾ അതല്ലെങ്കിൽ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ റഷ്യയും ചൈനയും ഒക്കെ ചേർന്നുകൊണ്ട് ഇറാൻ ശക്തമായി പിന്തുണ കൊടുക്കുകയും ഇറാൻ അമേരിക്കയെ അടിച്ചിടുന്ന അല്ലെങ്കിൽ ഇസ്രായേലിന് ശക്തമായ പ്രഹരം ഏൽപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുകയാണെന്ന് കൂടി കൃത്യമായി പറയേണ്ടി വരും. ഇതിനിടയിലാണ് പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം സാമ്പത്തിക നേട്ടമാക്കി മാറ്റിയിരിക്കുകയാണ് ഇറാൻ എന്ന വാർത്ത കൂടി പുറത്തു വരുന്നത്. ലോകത്തിന്റെ ഇന്ധന നിരമ്പെന്നറിയപ്പെടുന്ന ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന ഓരോ ചരക്ക് കപ്പലിൽ നിന്നും $2 മില്യൺ വീതം ഇറാൻ ഈടാക്കാൻ പോകുന്നു. ലണ്ടൻ ആസ്ഥാനമായുള്ള ഇറാൻ ഇന്റർനാഷണൽ ആണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ തങ്ങളുടെ സ്വാധീനം ഉപയോഗപ്പെടുത്തി ട്രാൻസ്ഫർ എന്ന നിലയിലാണ് ഇറാൻ ഈ തുക പിരിച്ചെടുക്കാൻ പോകുന്നത്. യുദ്ധച്ചെലവുകൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടിയെന്നും ഇറാൻ അധികൃതർ തന്നെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. തന്ത്രപ്രധാനമായ ഈ ജലപാതയിൽ രാജ്യത്തിന്റെ അധികാരവും കരുത്തും പ്രകടിപ്പിക്കാനാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നതും. ട്രംപ് വിറങ്ങലിച്ചിപ്പോൾ നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്.
പെട്ടിരിക്കുക കൂടിയാണ്. അതുകൊണ്ടാണ് ട്രംപ് ചൈന ഉൾപ്പെടെയുള്ള 7 രാജ്യങ്ങളോട് ഹോർമുസ് കടലിടുക്കിൽ സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കാം. മറുവശത്ത് ഇറാനെ സഹായിച്ചത് ചൈനയാണെന്ന് കണ്ടെത്തിയിട്ടും ട്രംപ് ചൈനയുടെ കാൽക്കൽ പോയി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. കുറച്ചുനാൾ മുമ്പ് എല്ലാവരെയും വെല്ലുവിളിച്ച് നടന്ന ട്രംപ് ഇപ്പോൾ പവനായി ശവമായി എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട അവസ്ഥയിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു നിന്ന പോലെ ഈ യുദ്ധത്തിൽ ഒരു പിന്തുണ കിട്ടാൻ വേണ്ടി തേടി നടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ചൈനയോടും ജർമ്മനിയോടുമൊക്കെ അമേരിക്ക പറയുന്നത് നിങ്ങളുടെ യുദ്ധക്കപ്പലുകൾ കൊണ്ടുവരൂ എന്നുള്ളതാണ്. എന്നാൽ ഒരൊറ്റ രാജ്യവും അത് സമ്മതിച്ചിട്ടുമില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മരിച്ചു എന്നൊരു ചർച്ച കൂടി അന്താരാഷ്ട്ര തലത്തിൽ സജീവമായി ഉണ്ടാകുന്നുമുണ്ട്. നെതന്യാഹു വന്നിട്ട് എന്തൊക്കെയോ പറയുന്ന ഒരു വീഡിയോ ലോകം കാണുകയും ചെയ്തിരുന്നു. എങ്കിലും അത് ഡീഫേക്ക് ആണെന്ന നിലയിൽ വാദങ്ങളെല്ലാം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നെതന്യാഹുവിൻ്റെ നെറ്റിയിൽ ചുളിവുകളില്ല, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൈകളിൽ 6 വിരലുകൾ കാണുന്നു എന്നൊക്കെയുള്ള അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള ചർച്ചകളും നടക്കുകയും ചെയ്യുന്നുണ്ട്. നെതന്യാഹു ജീവനോടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് തത്സമയ ചാനൽ ചർച്ചകളിൽ വരുന്നില്ല എന്നുള്ളതും, അതുപോലെ എന്തുകൊണ്ടാണ് പ്രീ റെക്കോർഡ് വീഡിയോകൾ മാത്രം വരുന്നത് എന്നുള്ളതും ഈ ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സജീവമായി ഉണ്ടാകുന്നുണ്ട്. നെതന്യാഹു മരിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ഇസ്രായേൽ ബോധപൂർവം AI ക്ലിപ്പുകൾ ഉപയോഗിക്കുകയാണോ എന്നുള്ളതാണ് ഉയർന്നു വരുന്ന പ്രധാനമായ ചോദ്യം. ട്രംപ് വിചാരിച്ച രീതിയിലല്ല കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയുടെ കപ്പലുകൾ വിട്ടയക്കാൻ ഇറാൻ തീരുമാനിച്ചെങ്കിലും കൂടുതൽ കപ്പലുകളുടെ കാര്യത്തിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എണ്ണവില കുതിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്ധന കമ്പനികൾ പമ്പുകൾക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നത് നിർത്തുകയും ചെയ്തു. വിലക്കയറ്റം വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അമേരിക്കയിൽ ഇന്ധനവില കുതിച്ചുയർന്ന് കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ കപ്പലുകളും മേഖലയിലൂടെ വിടില്ല എന്നാണ് ഇറാനും പറയുന്നത്. അതേസമയം തന്നെ ബാബിൽ മന്ദബ് കടലിടുക്ക് ലോക്ക് ചെയ്യാൻ ഹൂത്തികളും കടത്തിലിറങ്ങിയിട്ടുണ്ട്. അമേരിക്കയും ഇസ്രായേലും വ്യാവസായികമായി സാമ്പത്തികത്തിൽ വലിയ ഗുരുതരമായ പ്രതിസന്ധികൾ നേരിടാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിനൊക്കെ അർത്ഥമാകുന്നത്. തങ്ങളുടെ പക്കലുള്ള ആയുധ ശേഖരത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ ലോകം ഇതുവരെ കണ്ടിട്ടുള്ളൂവെന്നും അത്യാധുനിക മിസൈലുകളുടെ വൻ ശേഖരം ഭൂഗർഭ നിലയങ്ങളിൽ സജ്ജമാണെന്നുമാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ മിസൈൽ ശേഷി തകർത്തെന്ന് അമേരിക്കയും ഇസ്രായേലും അവകാശപ്പെടുമ്പോഴാണ് വെല്ലുവിളിയുമായി ഇറാൻ ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. അമേരിക്ക തങ്ങളുടെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിച്ചാൽ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുപൂട്ടുമെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. യുദ്ധക്കളത്തിൽ നേരിടുന്ന ക്രമമായ അല്ലെങ്കിൽ ഇത്രയും ഭ്രാന്തമായ ഭീഷണികളെല്ലാം ശക്തമായി നേരിടുമെന്ന് ഇറാൻ പ്രസിഡന്റ് പെസസ്കിയാൻ പറഞ്ഞും കഴിഞ്ഞിട്ടുണ്ട്. ഇറാൻ കുറെ കൂടി ഷാർപ്പായി മുന്നോട്ട് പോകുന്ന സാഹചര്യം വർദ്ധിക്കുന്നത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇനിയും ഒരുപാട് പ്രകടനങ്ങൾക്ക് കാരണമാകുന്ന കാര്യത്തിലേക്കും ഒരു തർക്കവുമില്ല. കാരണം അത്രത്തോളം വലിയ അക്രമങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേലിന് നേരെ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ബിൽഡിങ്ങുകൾക്ക് തകർന്നു വീഴുന്ന കാഴ്ചകൾ നാം എല്ലാം കണ്ടതാണ്. തിരിച്ചും അതുപോലെ ഉണ്ടാകുന്നുണ്ട്. അതുകൂടി എടുത്ത് പറഞ്ഞ കാര്യം, ഇറാന് നേരെയും ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴും ഇവിടെ ട്രംപ് വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം ട്രംപ് വിചാരിച്ചത് ഒരാഴ്ച കൊണ്ട് ഇറാനെ അങ്ങ് തീർത്ത് പെട്ടി മടക്കി വീട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചത്. എന്നാൽ ഇപ്പോഴിതാ ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഇറാൻ അവസാനിപ്പിക്കുന്നുമില്ല. അമേരിക്കക്കൊന്നും ചെയ്യാനും പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. കാരണം അമേരിക്ക ഇപ്പോൾ ചെയ്യുന്നത് മറ്റ് രാജ്യങ്ങളോട് എങ്ങനെയെങ്കിലും ഞങ്ങളെ സഹായിക്കുമെന്ന് പറയേണ്ട സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. മറുവശത്ത് ഇസ്രായേലിനാകട്ടെ, ഇസ്രായേൽ നിരന്തരം അങ്ങോട്ട് ഇറാന് നേരെ ആക്രമണം നടത്തുമ്പോഴും ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ തടയാൻ കഴിയുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം 3 ഭാഗത്തുനിന്നും കൃത്യമായ ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഞാനടക്കമുള്ള നമ്മളടക്കമുള്ള എല്ലാവരുമാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നത്. ലോകരാഷ്ട്രങ്ങളെല്ലാം എണ്ണ കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുന്നു, ഗ്യാസ് കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇനി അങ്ങോട്ട് വിലക്കയറ്റത്തിൻ്റെ നാളുകളാണ് ഉണ്ടാകാൻ പോകുന്നത്.